നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോന 2:7. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ അടുക്കൽ എത്തി. യോനയുടെ പുസ്തകത്തിൽ ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ, അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അത്രത്തോളം നമ്മൾ വിഷമത്തിലായപ്പോൾ അല്ലെങ്കിൽ ദുഃഖത്തിലായപ്പോൾ, നമ്മൾ അത്രത്തോളം ദുഃഖിതനായപ്പോൾ നമ്മൾ യഹോവയെ ഓർക്കുകയാണ്. യഹോവയെ ഓർത്ത് യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന യഹോവയുടെ സന്നിധിയിലെത്തി, അതിനുള്ള മറുപടി ലഭിച്ചു, ആ പ്രശ്നത്തിലുള്ള പരിഹാരം ലഭിച്ചു എന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചനസമീക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു വേദന, ഒരുപാട് ദുഃഖം ഉണ്ടാകുന്നൊരവസ്ഥയിൽ നമ്മൾ യഹോവയെ ഓർക്കുന്നത്, ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന സമയങ്ങളിൽ യഹോവയെ ഓർക്കുന്ന ചില പ്രത്യേക നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. യോനയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാനിന്നൊരു വചനം പറഞ്ഞത്. അപ്പോൾ നമുക്ക് യോനയുമായിട്ട് ബന്ധപ്പെടുത്തി യോനയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഇന്ന് സംസാരിക്കാം. അപ്പോൾ അതിനൊക്കെ മുൻപ് നമുക്ക് ഇന്നത്തെ ഒരു ഫസ്റ്റ് കോൾ വരികയാണ്. ഈ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് അലീന. അലീന എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ അടൂരിൽ നിന്നാണല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, ഒരു മകനും, എൻ്റെ മമ്മി. ഓക്കെ ഓക്കെ ഓക്കെ. അലീന ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ആരെല്ലാമാണ്? ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ആരെല്ലാമാണ്? ഏശാവ്, ഇസ്രായേൽ. അതെ, കറക്റ്റാണ്. ഏശാവ്, ഇസ്രായേൽ. ഓക്കെ. അലീന എന്നൊരു പാട്ട് പാടുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു. ഇന്ന് പാട്ട് പാടുന്നുണ്ടോ? ഇന്ന് റേഞ്ചിന്റെ കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് കോൾ കട്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്നും പാട്ട് പാടുന്നില്ല, അടുത്ത പ്രാവശ്യമേ ഉള്ളു. ആണോ? ഓക്കെ, നമുക്കിപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേലിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? 11 ആണോ? 12. 11 ആണോ 12 ആണോ? 12. അതെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്, 12. ഓക്കെ. ഇനി അലീനയ്ക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച്? അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് പത്രോസിനെയാണല്ലേ? എന്തുകൊണ്ടാണ് പത്രോസിനെ ഇഷ്ടം? കുറച്ചൊരു എടുത്തുചാട്ടക്കാരനാണെങ്കിൽ തന്നെയും യേശുവിനോടൊപ്പം, അതായത് യേശുവിന്റെ വാക്കുകളൊക്കെ എപ്പോഴും കേട്ട് യേശുവിനോട് അത്ര സ്നേഹം ഉണ്ടായതുകൊണ്ട് യേശു പല കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിനെക്കാട്ടിൽ അങ്ങോട്ട് എടുത്തു ചാടി മറുപടി പറയും. അത്രയ്ക്ക് ദൈവത്തോട് പത്രോസ് അടുത്ത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണല്ലേ പത്രോസിന് ഇഷ്ടം? അതുകൊണ്ടൊക്കെ എനിക്ക് പത്രോസിന് ഇഷ്ടം. അത് പേടിയില്ല. ദൈവം അല്ലെങ്കിൽ ദൈവം പലപ്പോഴും ദൈവത്തെ കുറിച്ച് ഞാൻ കർത്താവാണെന്നൊക്കെ പത്രോസിനോട് പറഞ്ഞിട്ടും പലപ്പോഴും അതൊക്കെ മറന്നിട്ട് അത്ര ക്ലോസ് ആണ് ദൈവത്തോട്, യേശുവിനോട് അത്ര ക്ലോസ് ആണ്. അതുകൊണ്ട് എനിക്ക് പത്രോസിന് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, യഹൂദയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? യഹൂദയുടെ പുത്രന്മാർ ഷേല, ഓനാൻ. അതെ, ആൻസർ കറക്റ്റ് ആണ്. ഓനാൻ, ഷേല. കറക്റ്റ് ആണ് കേട്ടോ. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? വചനം എനിക്ക് ഇഷ്ടമുള്ളത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഓക്കെ, പറഞ്ഞോളൂ.
ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഓക്കെ, നല്ലൊരു അത്ര വചനം. ഉറപ്പാണ് ആ ഒരു വചനത്തിന്. അത്ര ഉറപ്പാണ് ആ ഒരു വചനത്തിന്. ജയിക്കത്തില്ലെന്ന് പറഞ്ഞ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല പറഞ്ഞാൽ അത് ജയിക്കത്തില്ല. അങ്ങനെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വാക്യം അത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വചനമാണല്ലേ? പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും ഈ ഒരു വചനം പറയാറുണ്ടല്ലേ? അതെ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വചനം പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അത്ര ഒരു നമുക്ക് സമാധാനമായിട്ടും നമുക്കൊരു ഉറപ്പാണ് തരുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ വിഷയങ്ങൾക്കകത്ത് ഞാൻ ഈ ഒരു വാക്യം പറയുന്നുണ്ട് എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഉറപ്പിക്കുന്ന ഒരു ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യം അത്. അതെ, നല്ലൊരു വചനമാണ്. അലീന പറഞ്ഞ പോലെ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചെറിയ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും നമ്മുടെ ഒരു വിഷമം വരുന്ന ഒരു അവസ്ഥയിലൊക്കെ ഈ ഒരു വചനം നമ്മൾ ഓർത്താൽ നമുക്ക് എപ്പോഴും ഒരു ആത്മധൈര്യം ലഭിക്കാറുണ്ട്. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഏർ, ഓനാൻ, ഷേല എന്നിവരുടെ മാതാവ് ആരായിരുന്നു? ഇവരുടെ മാതാവ് എന്താണ്? ഉറപ്പാണോ? എങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. കനാന്യ സ്ത്രീയായ ബത്ശൂവ. അതെ, ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ അടൂരിൽ നിന്നും അലീനയാണ് വിളിച്ചത്. അലീന എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. നമ്മളിന്ന് യോനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യോനയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരിയായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും നമ്മൾ പറയുകയും ബൈബിളിൽ എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് യോന. ദൈവത്തിൻ്റെ നല്ലൊരു പ്രവാചകനായിരുന്നു. ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. ദൈവം പറയുന്ന എല്ലാ അരുളപ്പാടും അനുസരിക്കാറുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു യോന. അങ്ങനെ ഇരിക്കെയാണ് യോനയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തൊട്ടടുത്തുള്ളൊരു പ്രദേശമായ നിനവേയിലേക്ക് പോകുക, അവിടെയുള്ള ജനങ്ങളടുത്ത് ദൈവവചനം പറയുക, അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള ചില അരുളപ്പാടുകളാണ് ദൈവം യോനയ്ക്ക് നൽകുന്നത്. അങ്ങനെ നിനവേയിലേക്ക് പോകുവാൻ ദൈവം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ യോന നിനവേയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കും. അതുപോലെ തന്നെയാണ് ഈ യോനയും നിനവേയെക്കുറിച്ച് തിരക്കി അന്വേഷിച്ച് വന്നപ്പോഴാണ് അവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് യോന മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അവിടേക്ക് പോകുവാൻ, കാരണം താൻ പറയുന്ന വചനങ്ങൾ അവിടെയുള്ള ആരും സ്വീകരിക്കില്ല, താൻ അവിടെ പോകുന്നത് വെറുതെ ആകും, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് യോനയുടെ ചെവിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നിനവേയിലേക്ക് പോകുവാൻ യോന ഒന്ന് മടിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതല്ലേ എന്നോർത്ത് യോന നിനവേയിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറായി. പക്ഷേ ആ നിനവേയിലേക്ക് പോകുവാൻ വേണ്ടി കപ്പൽ കയറുവാൻ വേണ്ടി അവിടെ എത്തുന്ന ഒരു സമയത്ത് യോനയുടെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടാകുന്നു. അങ്ങനെ നിനവേയിലേക്ക് പോകാം എന്ന് കരുതിയ യോന കപ്പലിലേക്ക് കയറുന്നത് നിനവേയിലേക്കല്ല, തർശീശിലേക്ക് പോകുവാനാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. പക്ഷേ ദൈവം തന്നോട് കോപിക്കുമെന്നോ ദൈവത്തിന് തന്നോട് ദേഷ്യമുണ്ടാക്കുമെന്നോ ഇതൊന്നും യോന ചിന്തിച്ചില്ല. യോന തൻ്റെ സേഫ് മാത്രമാണ് നോക്കിയത്. അങ്ങനെ യോന തർശീശിലേക്ക് യാത്ര തിരിച്ചു. കപ്പലെടുത്തു. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് ചെറിയ ഒരു ക്ഷീണമൊക്കെ വന്നു. യോന വിശ്രമിക്കുവാൻ വേണ്ടി ഈ കപ്പലിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ചധികം ദൂരം ചെന്നപ്പോഴാണ് ആ കപ്പൽ ആടി ഉലയുന്നുണ്ട്, പ്രകൃതി ക്ഷോഭിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഇത് ഈ കപ്പലിലുള്ള ഓരോരുത്തരെയും വളരെയധികം ദുഃഖത്തിലാക്കി. അവരെല്ലാവരും വളരെയധികം ഒരുപാട് ഭയപ്പെട്ടു. തങ്ങൾ ഇനി എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ ആയത്, തങ്ങൾ എന്തു ചെയ്തു എന്നൊക്കെ ഓർത്തു ഇവരവർ എല്ലാവരും അവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു.
അങ്ങനെ സമയം കുറച്ചധികം കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ലീന. ലീന. യെസ്. ഓക്കെ ചേച്ചി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പെരുമ്പാവൂര് കീഴില. പെരുമ്പാവൂരിൽ നിന്നാണല്ലേ? അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഭർത്താവ്, 2 ആൺകുട്ടികൾ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യഹൂദായുടെ ആദ്യജാതനായ ഏരിനെ യഹോവ കൊന്നുകളഞ്ഞത് എന്തുകൊണ്ടാണ്? അനിഷ്ടമായതുകൊണ്ട്. അനിഷ്ടമായതുകൊണ്ടാണോ? യഹോവയ്ക്ക് അനിഷ്ടനായതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ യഹോവയുടെ ദൃഷ്ടിയിൽ ദുഷ്ടനായതുകൊണ്ട്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ചേച്ചി പാട്ട് പാടുമോ? നോക്കാം. ഓക്കെ, ഒരു 4 വരി പാടാമോ? വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിടെ നാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകളാക്കിയല്ലോ. നിന്നിടെ നാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകളാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. യഹൂദായുടെ മരുമകളായ താമാറിന്റെ മക്കൾ ആരെല്ലാമായിരുന്നു? പേരസും സേരഹും. അതെ അതെ, ആൻസർ കറക്റ്റാണ്. പേരസ്, സേരഹ്. ചേച്ചി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. യഹൂദായുടെ പുത്രന്മാർ ആകെ എത്ര പേരായിരുന്നു? ആകെ 5 പേർ. 5 പേരുണ്ടല്ലേ? അപ്പോൾ ആൻസർ 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ഹന്ന. ഹന്ന. എന്തുകൊണ്ടാണ് ഹന്നയെ ഇഷ്ടം? ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും പിന്നെ ഹൃദയം ദൈവസന്നിധി പകർന്നതും ആ ഹന്നയുടെ പ്രാർത്ഥന, പിന്നെ ഹന്ന സ്വന്തം മകനെ പിന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതും അതൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഹന്നയുടെ പ്രാർത്ഥന പ്രധാനമായിട്ട് പ്രാർത്ഥന എന്നെ ദൈവത്തോ എന്നുവെച്ചാൽ നമ്മളും അതുപോലെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം എന്നൊരു അർത്ഥം ഹന്നായുടെ പ്രാർത്ഥനയിലുണ്ട്. ലഭിക്കും അല്ലേ? ഓക്കെ. പ്രധാനമായിട്ടും ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് ഹന്നയുടെ പ്രാർത്ഥനയാണ്. പിന്നെ നമുക്ക് ഹന്നയെക്കുറിച്ച് പറയുമ്പോൾ അതിലുപരി ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് ഹന്നയെക്കുറിച്ച് പറഞ്ഞാൽ. എന്തായാലും ബൈബിളിലെ നല്ലൊരു കഥാപാത്രമാണ് ഹന്ന. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ശബദാർപ്പിത വസ്തുവിൽ ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയത് ആരായിരുന്നു? ആഖാൻ. അതെ, കറക്റ്റാണ്.
കർമ്മിയുടെ മകൻ ആഖാൻ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പെരുമ്പാവൂരിൽ നിന്നും ലീന ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹന്നയെക്കുറിച്ച് സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യോനയെക്കുറിച്ചാണ്. അങ്ങനെ യോന ദൈവം പറഞ്ഞതിന് എതിരായി പ്രവർത്തിച്ചു. ആ കപ്പലിൽ ഒന്ന് വിശ്രമിച്ചു. ഈ സമയത്ത് എന്തായാലും യോന ദൈവത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് യോനയോട് ദൈവത്തിന് ചെറിയൊരു ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് ആ യോന ഉണ്ടായിരുന്ന കപ്പലിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രകൃതി ക്ഷോഭിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഈ കപ്പലിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ചേർന്ന് ചീട്ടിട്ട് ഇത് ആരാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചു. അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒടുവിൽ അത് യോനയാണെന്ന് കണ്ടെത്തിയതിനു ശേഷം യോനയോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് യോന എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ ഭാഗത്തെ തെറ്റിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നായി എല്ലാവരുടെയും ആലോചന. ഈ സമയത്ത് യോന തന്നെ പറയുന്നുണ്ട്, ഞാനാണ് തെറ്റുകാരൻ, നിങ്ങൾ എന്ത് ശിക്ഷ എന്നാലും താൻ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒടുവിൽ എല്ലാവരും ചേർന്ന് യോനയെ ഈ കപ്പലിൽ നിന്നും കടലിലേക്ക് എടുത്തെറിയുകയാണ്. ആ കടലിലേക്ക് എടുത്തെറിഞ്ഞ സമയത്ത് വലിയൊരു മത്സ്യത്തിൻ്റെ വായിലേക്കാണ് യോന ചെന്നെത്തുന്നത്. ഒടുവിൽ 3 രാവും 3 പകലും കഴിഞ്ഞതിന് ശേഷം ഈ മത്സ്യം യോനയെ നിനവയിൽ തന്നെ കൊണ്ടുപോയി ഛർദ്ദിച്ച് ഇടുകയാണ്. ദൈവം എവിടെ യോന എത്തണമെന്ന് ആഗ്രഹിച്ചു, എവിടെ എത്തണമെന്ന് യോനയോട് അരുളപ്പാട് കൊടുത്തു, അവിടെ തന്നെ യോനയെ കൊണ്ടെത്തിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തോട് ക്ഷമ ചോദിച്ചതിന് ശേഷം യോന നിനവയിൽ ദൈവത്തിൻ്റെ വചനം പറയുകയും അവിടെയുള്ള ഒത്തിരി പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള തനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെയും യോന ചെയ്യുകയും ചെയ്തു. ദൈവത്തോട് തൻ്റെ തെറ്റൊക്കെയും ഏറ്റുപറഞ്ഞു. താൻ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ദൈവം നമ്മുടെ അടുത്തൊരു കാര്യം അരുളപ്പാട് ചെയ്താൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ശിക്ഷാവിധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എപ്പോഴും ദൈവം എന്താണോ അരുളപ്പാട് നമുക്ക് തരുന്നത് അതനുസരിച്ച് മുൻപോട്ട് പോകണം. അതിനുള്ള ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് യോനയുടെ ജീവിതത്തിലെ ഈ ഒരു ചെറിയൊരു സംഭവം. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്ന അല്ലേ? ഓക്കെ. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും ഇപ്പൊ എന്റെ കൊച്ചുമോനുണ്ട്. കൊച്ചുമോന്റെ പേരെന്താണ്? ആരോൺ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോഹയുടെ പുത്രന്മാർ ആരെല്ലാമായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞു മോനെ. നോഹയുടെ പുത്രന്മാർ ആരെല്ലാമായിരുന്നു? അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്. ഷേം, ഹാം, യാഫെത്ത്. ഓക്കെ. ആൻറ്റി പാട്ട് പാടുമോ? ഓക്കെ, ഒരു 4 വരി പാടിക്കോളൂ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേ ശോഭരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേ ശോഭരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നേ സന്ന ആമോടെ സ്തുതി പാടിത്തുന്നേ ദേവാ സന്ന ആമോടെ സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദി ഉള്ള മകൾ നാഥ, അന്തി ഉള്ള മകൾ
ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ആ മോനെ. നല്ല പാട്ടായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ മോനെ. രണ്ടാമത്തെ ചോദ്യം, വംശാവലിയിൽ ആദ്യത്തെ പേര് ആരുടേതാണ്? ആദാം. അതെ, കറക്റ്റാണ് ആൻസർ, ആദാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആരായിരുന്നു? ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആരായിരുന്നു? നിമ്രോദ്. അതെ, ആൻസർ കറക്റ്റാണ്, നിമ്രോദ്. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം പറയാമോ? സൂര്യനിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വഴിയും ദൂരം എന്നെ ആശ്വസിപ്പിക്കും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഭൂമിയിലെ ആദ്യത്തെ വീരനായ നിമ്രോദിന്റെ പിതാവ് ആരായിരുന്നു? അതെ, കറക്റ്റാണ്, കൂശ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കോട്ടയത്തു നിന്നും സാറാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ യോനയെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. ബൈബിളിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ചില വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യോന. നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളുമായിട്ട് യോനയുടെ ജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു അരുളപ്പാട് നൽകിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും, ഇങ്ങനെയുള്ള എന്തെങ്കിലും ലഭിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. ഇല്ലാഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.